ദൈവത്തിന് സ്തോത്രം. സമാധാനത്തിന്റെ പ്രഭുവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ദെബോറയുടെ ധൈര്യത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാൻ വലിയവനായ ജ്ഞാനത്തിന്റെ ഉറവിടമായ കർത്താവിൽ ആശ്രയിച്ച് പഠിക്കാം. ഒന്നാമതായി, ആധികാരികത ദെബോറ കാണിച്ച ധൈര്യം ആത്മാർത്ഥവും ഹൃദയംഗവും ആയിരുന്നു. 1 തെസ്സലോനിക്കർ 5:11 ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തിയും പോരുവിൻ എന്ന് നാം കാണുന്നു. തന്റെ സ്ഥാനമാനങ്ങളുടെ വലിപ്പത്തെയോ ഇസ്രായേലിലെ മറ്റുള്ള ജനത്തിന്റെ ചെറുപ്പത്തെയോ ദെബോറ ഒരു നിമിഷം പോലും കണക്കിലെടുക്കുന്നതായി നാം കാണുന്നില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് തിന്മയെ ധൈര്യസമേതം നേരിടുന്ന ദെബോറ അക്കാര്യത്തിൽ ഒരു ഉത്തമ ഉദാഹരണമാണ്. രണ്ടാമതായി, മറ്റുള്ളവരെ ശക്തീകരിക്കുന്ന ദെബോറയെക്കുറിച്ച് നാം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യായേൽ എന്ന സ്ത്രീയെ ശത്രുവായ സീസരയുടെ പതനത്തിനൊരുക്കിയത് ദെബോറ എന്ന മഹിളാരത്നം ഇസ്രായേൽ എന്ന ആ മഹാജാതിയുടെ മുമ്പിൽ കാണിച്ച അതിധൈര്യമാണ്. സദൃശ്യവാക്യങ്ങൾ 27:17 ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു എന്നും നാം വായിക്കുന്നു. ധൈര്യം എന്താണ് എന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ ധൈര്യത്തോടെ എപ്രകാരം ഒരു ദൈവപൈതൽ ആയിരിക്കണമെന്നും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മാതൃക ആയിരിക്കണമെന്നും ദെബോറ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, നിസ്വാർത്ഥത. ദെബോറ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് തന്റെ ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നു. ഇസ്രായേൽ ജനതയുടെ വിടുതൽ ഒരുപക്ഷെ ദെബോറയുടെ ജീവന് ഭീഷണിയായി തീരാമായിരുന്നു. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നതുപോലെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് വായിക്കുന്നതുപോലെ തന്നോടൊപ്പമുള്ളവർക്ക് ഒരു പ്രകാശമായി തീരുവാൻ ദെബോറയ്ക്ക് സാധിച്ചു. ആമേൻ, ഹല്ലേലൂയ. നാലാമതായി, 2 തിമോത്തിയോസ് 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്ന് നാം വായിക്കുന്നതുപോലെ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ ധൈര്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് ഒന്നിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിലെ യാത്ര നയിക്കുവാൻ ദെബോറയെപ്പോലെ ആകുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവീക കരുതൽ മറ്റുള്ളവരിലേക്ക് പകരുന്നത് അവരിൽ ധൈര്യമുണ്ടാകുവാൻ ഇടയായിത്തീരുന്നു. ജീവിതത്തിൽ പതറിപ്പോകുന്നവർക്ക് ധൈര്യത്തോടെ പുതിയൊരു പാതയിലേക്ക് ആഹ്വാനം നൽകുവാൻ ഒരുപക്ഷെ നമ്മെയാകാം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് തിരിച്ചറിയുവാനും ദെബോറയെപ്പോലെ കർത്താവിന്റെ ധീരയായ പെൺമക്കളായി ജീവിക്കുവാൻ, ഉത്തരവാദിത്വങ്ങളെ സ്നേഹത്തോടെ ധൈര്യത്തോടെ മറ്റുള്ളവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വളരുവാൻ, തിന്മയെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.